ഓം ഗും ഗുരുഭ്യോ നമ. ഹരിശ്രീ ഗണപതി നമ. ഏവർക്കും വന്ദനം. നാഗദേവതകൾക്ക്, സർപ്പദൈവങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നൂറും പാലും തളിച്ചു കൊടുക്കുക എന്ന ചടങ്ങ്. മഞ്ഞപ്പൊടിയിൽ ഇളനീർ ചേർത്ത് ചാലിച്ചെടുത്ത് കദളിപ്പഴവും കൂടി ചേർത്ത് എടുക്കുന്ന മിശ്രിതം, ആ നൂറിലേക്ക് പാലും കൂടി ചേർത്ത് കമുകിൻ പൂക്കല കൊണ്ട് സർപ്പബിംബങ്ങളിലും സർപ്പത്തിൻ്റെ ആവാസ കേന്ദ്രമായ ചിത്രകൂടത്തിലും തളിച്ചു കൊടുക്കുന്ന പൂജയാണ് നൂറും പാലും എന്ന വഴിപാട്. രാഹു ദോഷമുള്ളവർക്കും മറ്റു ദശാകാലത്ത് രാഹുവിൻ്റെ അപഹാരമുള്ള അവർക്കും ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് നൂറും പാലും. സർപ്പപ്രീതി ലഭിച്ച് അതിലൂടെ സന്താന സൗഭാഗ്യങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കും വിശേഷിച്ച് കുടുംബത്തെ ഐക്യമത്യവും ആയുരാരോഗ്യ സൗഖ്യവും നേടാൻ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് നൂറും പാലും. സർപ്പദോഷമില്ലാത്തവരാണെങ്കിലും ഒരു സാധാരണ ഭക്തന് എന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് നൂറും പാലും. ഈ നൂറും പാലും സർപ്പങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടായി മാറിയതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിച്ച പാണ്ഡവർ അവരുടെ മൂത്ത ജ്യേഷ്ഠനായ യുധിഷ്ഠിരനെ രാജാവായി അഭിഷേകം ചെയ്തു. ചന്ദ്രവംശത്തിൻ്റെ ചക്രവർത്തിയായി അദ്ദേഹം 38 വർഷക്കാലം രാജ്യം ഭരിച്ചു. അതിനുശേഷം അദ്ദേഹം മോക്ഷസിദ്ധിക്കായിട്ട് വാനപ്രസ്ഥത്തോടുകൂടി ഹിമാലയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത രാജാവായിട്ട് വില്ലാളി വീരനായ അർജുനന്റെ പൗത്രനെ, അതായത് അഭിമന്യുവിൻ്റെയും വിരാട രാജകുമാരിയായ ഉത്തരയുടെയും പുത്രനായ പരീക്ഷിത്തിനെ രാജാവായി അഭിഷേകം ചെയ്തു. പരീക്ഷിത്ത് നീതിമാനും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ജനപ്രിയനായ ഒരു രാജാവായി അദ്ദേഹം നാടുവാണിരുന്നു. ഇത്രയും ധർമ്മിഷ്ഠനും നീതിമാനും ജനസമ്മതനുമായ രാജാവായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിമിഷത്തിൽ പറ്റിയ ഒരു ചപലത, അദ്ദേഹം ഒരു രാജാവിന് ചേരാത്ത ഒരു പ്രവൃത്തി ചെയ്തതിനാൽ അദ്ദേഹം വലിയൊരു ദുരന്തം വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് വരെ അത് കാരണമായി. അദ്ദേഹം ഒരു വനത്തിൽ നായാട്ടിന് പോയ സമയത്ത് വിശപ്പും ദാഹവും സഹിക്കാനാവാതെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നറിയാൻ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു അരുവി പോലും കാണാനില്ലാത്തപ്പോൾ ദൂരെ ഒരു ആശ്രമം കണ്ടു. ശമീകി മഹർഷിയുടെ ആശ്രമമായിരുന്നു അത്. വളരെ ബുദ്ധിമുട്ടി നടന്ന് പ്രയാസപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ശമീകി മഹർഷി അഗാധമായ ധ്യാനത്തിലായിരുന്നു. പരീക്ഷിത്ത് ചോദിച്ചു, എനിക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യ, എന്തെങ്കിലും ഫലമൂലാദികളോ കുടിക്കാൻ അല്പം വെള്ളമോ കിട്ടുമോ എന്ന് ചോദിച്ചു. എന്നാൽ അഗാധമായ ധ്യാനത്തിലിരുന്ന ശമീക മഹർഷി അവിടെ ആള് വന്നതോ ഈ ചോദിച്ചതോ ഒന്നും കേട്ടില്ല. ഒരു രാജാവായ തന്നോട് ഇത്രയും ധിക്കാരമോ എന്നുള്ള ഒരു വിചാരം, ചിന്ത രാജാവിൻ്റെ ഉള്ളിൽ കയറി. ആ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടിട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം അവിടെ കിടന്നൊരു ചത്ത പാമ്പിനെ അദ്ദേഹത്തിൻ്റെ വില്ലിൻ്റെ അഗ്രം കൊണ്ടെടുത്ത് ശമീക മഹർഷിയുടെ കഴുത്തിലണിയിച്ചു. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന ഭാവത്തിൽ ഒരു മനസ്സുഖം കിട്ടി പരീക്ഷത്തിന്. പരീക്ഷത്ത് തിരിച്ചു പോരുന്നു. ആശ്രമത്തിൽ തിരികെ എത്തിയ അദ്ദേഹത്തിൻ്റെ പുത്രൻ ശൃംഗി മഹർഷി ഇത് കാണുന്നു. ശൃംഗി മുനിക്ക് ഇത് കണ്ട് കോപം സഹിക്കാനായില്ല. അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം ഈ നീച പ്രവൃത്തി ആര് ചെയ്തതാണെങ്കിലും ഇന്നേക്ക് 7-ാം നാൾ തക്ഷകനായ സർപ്പരാജാവായ തക്ഷകന്റെ ദംശനമേറ്റ് മരിക്കട്ടെ എന്ന് ശപിച്ചു. ഒരു രാജാവിന് ചേരാത്ത പ്രവൃത്തി ചെയ്തതുകൊണ്ട് കിട്ടിയ ശാപമാണത്. ഇത് പരീക്ഷത്തിന്റെ ചെവിയിലും എത്തി. പരീക്ഷിത്ത് ഇതറിഞ്ഞ് ഉള്ളിൽ ഭയമുണ്ടായി. പക്ഷെ അദ്ദേഹം അത് പുറത്ത് കാണിച്ചില്ല. ഒരു രാജാവിന് വേണ്ട സവിശേഷ യോഗ്യതയാണത്. അദ്ദേഹം വളരെ പക്വതയോടെ അതിനെ നേരിടാൻ തീരുമാനിച്ചു. അദ്ദേഹം കൊട്ടാരത്തിലെത്തി മന്ത്രിമാരോടും രാജപുരോഹിതന്മാരെയും വിളിച്ചിട്ട് ഈ സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ നേരിടണം എന്ന് ചിന്തിക്കാനായി ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഒരു ഉപായം അവർ കണ്ടുപിടിച്ചു. 7 നിലയുള്ള ഒരു മാളിക ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പരീക്ഷത്തിനെ സുരക്ഷിതമായി ഇരുത്താനും ചുറ്റും അതിഗംഭീരമായ സുരക്ഷാ സന്നാഹങ്ങളും തയ്യാറാക്കാനും തീരുമാനിച്ചു.
അങ്ങനെ 7 നിലയുള്ള മാളികയുടെ മുകളിൽ പരീക്ഷത്തിനെ ഇരുത്തി ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സജ്ജീകരണം എല്ലാം ചെയ്തു. അഗ്നിവലയം കൊണ്ട് കൊട്ടാരത്തിന് ചുറ്റും തീർത്തു. പിന്നെ മതവിഹ്വലരായ ഗജങ്ങളെ, ആനകളെ, മതപ്പാടുള്ള ആനകളെ അതിനു ചുറ്റും സംരക്ഷണത്തിന് നിർത്തി. അത് കൂടാതെ രാജ്യത്തെ മന്ത്രവും ഔഷധവും ശുശ്രൂഷിക്കാൻ അറിയാവുന്ന വിഷഗുരന്മാരെ കൊട്ടാരത്തിൽ വരുത്തി അവിടെ താമസിപ്പിച്ചു. എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ ഉടനെ ചികിത്സ നൽകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണവും കൂടി നിൽക്കുമ്പോൾ പരീക്ഷിത്ത് വീണ്ടും രാജപുരോഹിതനോട് ചോദിച്ചു, 7 ദിവസങ്ങളുണ്ട്, ഈ 7 ദിവസം കൊണ്ട് എനിക്ക് എന്ത് പുണ്യപ്രവൃത്തിയാണ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ രാജപുരോഹിതൻ പറഞ്ഞു, ഏറ്റവും പുണ്യമായ, ഏറ്റവും മഹത്വമായ കർമ്മം ഈശ്വര നാമം ജപിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭഗവത് കഥാശ്രവണവും തത്തുല്യമായി ഏറ്റവും മഹത്തരമായ കാര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ശുഗ ബ്രഹ്മർഷി വരുന്നു. ശുഗ ബ്രഹ്മർഷി 7 ദിവസം കൊണ്ട് ഭഗവത് കഥാമൃതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ശ്രീമദ് ഭാഗവതം. അന്ന് അത് പറഞ്ഞു കൊടുത്തു, പിന്നീട് അത് ഓലയിൽ എഴുതി, പിന്നീട് അച്ചടിച്ചു വന്നു. നമ്മളിൽ ഇപ്പോൾ ഉള്ള ഭാഗവതം അന്ന് ഉണ്ടായതാണ്, ഏകദേശം 5200 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഭാഗവത കഥാശ്രവണവുമായി പരീക്ഷിത്ത് ദിവസങ്ങൾ തള്ളി നീക്കി. ഈ സമയം തക്ഷകൻ എങ്ങനെയാണ് തന്നിൽ നിക്ഷിപ്തമായ ഈ കർമ്മം ചെയ്യാൻ സാധിക്കുക എന്നുള്ള അതിന് ഒരു ഉപായം കണ്ടുപിടിക്കാനായിട്ട് അവിടെയെല്ലാം ചുറ്റിപ്പറ്റി നടന്നു. എന്നാൽ അതീവ സുരക്ഷാ മേഖലയായ ആ മാളികയ്ക്ക് അടുത്തേക്ക് പോലും പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ സമയത്ത് അദ്ദേഹം അറിയുന്നു, മികച്ച വിഷകാരിയും വിഷചികിത്സകനുമായ കശ്യപ മഹർഷി പരീക്ഷത്തിനെ കാണാനായി വരുന്നു എന്നത്. ഇത് മനസ്സിലാക്കിയ തക്ഷകൻ വഴിയിൽ വെച്ച് കശ്യപനെ തടയുന്നു, കണ്ടുമുട്ടുന്നു. വേഷപ്രച്ഛന്നനായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരുടെ സംസാരത്തിൽ, വാഗ്വാദത്തിനൊടുവിൽ തക്ഷകൻ ആരാണെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ വെളിവാക്കി. തക്ഷകൻ തൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാനായി അവിടെ നിന്നിരുന്ന ഒരു കൂറ്റൻ വടുവൃക്ഷത്തെ ആഞ്ഞുകൊത്തി. ക്ഷണനേരം കൊണ്ട് ആ വടുവൃക്ഷം ചാമ്പലായി. ഇത് കണ്ട കശ്യപൻ അല്പം തീർത്ഥജലം മന്ത്രം ജപിച്ച് ആ ചാരത്തിലേക്ക് തളിച്ചപ്പോൾ വീണ്ടും ആ വടവൃക്ഷം പഴയ പോലെയായി. അപ്പോൾ കശ്യപ മഹർഷിയുടെ ഒക്കെ കളിക്കാൻ നിന്നാൽ അത് നിസ്സാരക്കാരനല്ല, ഇദ്ദേഹം അങ്ങോട്ട് പോയാലും എൻ്റെ കാര്യം നടക്കില്ല, എൻ്റെ കർമ്മം നിർവഹിക്കാത്ത ഒരാളെന്നുള്ള ഖ്യാതി എനിക്ക് നേടും, അതുകൊണ്ട് കശ്യപനെ പിന്തിരിപ്പിക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് നല്ല വാക്കെല്ലാം പറഞ്ഞ് പാരിതോഷികങ്ങളൊക്കെ നൽകി അദ്ദേഹത്തിന് തിരിച്ചയച്ചു. എന്നിട്ട് പരീക്ഷത്തിനെ കാണാനായിട്ട് തക്ഷകൻ കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി. എന്നാൽ അങ്ങോട്ട് പ്രവേശിക്കാൻ വേറെ ഒരു നിവൃത്തി പോലും കണ്ടില്ല. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോടും മിത്രങ്ങളോടും സഹോദരങ്ങളോടും വേഷപ്രച്ഛന്നരായി ബ്രാഹ്മണ വേഷത്തിൽ വരാൻ ആവശ്യപ്പെടുന്നു. അവരുടെ കയ്യിൽ ഒരു പൂക്കുട ഒരു കുടം എടുത്തിട്ട് അതിനകത്ത് നിറച്ച് ഫലങ്ങൾ ആക്കി ഒരു കൊട്ട കൊടുത്തുവിടും. അവർ ഞങ്ങൾ തപോവനത്തിൽ നിന്ന് വരുന്ന തപസ്സുകളാണ് എന്ന് പറഞ്ഞ് അവർ കൊട്ടാരവാതിക്കലെത്തി. എന്നാൽ ശക്തമായ നിഷ്കർഷ ഉണ്ടായിരുന്ന ഒരാളെയും അകത്തേക്ക് കടത്തിവിടാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അവർ അകത്തേക്ക് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. 7-ാം ദിവസമാണ്, സായങ്കാലമായി. എന്തായാലും ഞങ്ങളുടെ ആദിത്യ മര്യാദ സ്വീകരിച്ച് നിങ്ങളെല്ലാം കൊട്ടാരത്തിൽ വിശ്രമിക്കൂ, നാളെ രാവിലെ രാജാവിനെ മുഖം കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ താപസര വേഷം ധരിച്ച ഈ തക്ഷകന്റെ മിത്രങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവന്ന ഈ ഫലമൂലാദികളെങ്കിലും പരീക്ഷത്തിൽ തമ്പുരാനെ ഏൽപ്പിക്കാൻ പറയും. അങ്ങനെ അത് അവർ സമ്മതിച്ച് ഈ ഫലമൂലാദികൾ ധരിച്ച കൊട്ട പരീക്ഷത്തിന്റെ മുമ്പിലെത്തി. പരീക്ഷത്ത് അതിൽ നോക്കിയപ്പോൾ ഒരു നല്ല പഴം കണ്ടു. അത് മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പുഴു ഇരിക്കുന്നു. തക്ഷകൻ വേഷപ്രച്ഛന്നനായി ഒരു പുഴുവിന്റെ രൂപത്തിൽ, ഒരു കൃമിയുടെ രൂപത്തിൽ ആ പഴത്തിനുള്ളിൽ കയറി ഇരുന്നതാണ്. ഈ പുഴുവിനെ കണ്ടപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ ഇനി വിനാഴികകൾ മാത്രം ബാക്കി. തക്ഷകൻ വിചാരിച്ചു, എന്തായാലും സൂര്യാസ്തമയമായി, ഇനി എനിക്ക് മരണഭീതിയില്ല, എന്തായാലും എനിക്കൊരു ശാപം കിട്ടിയതല്ലേ, ഒരു ദംശനം ഏക്കണമെന്നുള്ളത്, അത് ഈ കൃമിയുടെ ആകട്ടെ, ആ യോഗം അങ്ങ് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കൃമി എടുത്ത് അദ്ദേഹം കഴുത്തിൽ വെച്ചു. ക്ഷണനേരം കൊണ്ട് തക്ഷകൻ തൻ്റെ രൂപം പ്രാപിക്കുകയും ദംശിച്ച് പരീക്ഷത്തിനെ കൊന്നു. പരീക്ഷത്ത് തൽക്ഷണം മരിച്ചു വീണു അവിടെ. അങ്ങനെ തക്ഷകന്റെ ഉത്തരവാദിത്വം തക്ഷകൻ നിറവേറ്റി. പരീക്ഷത്ത് അവിടെ ക്ഷണം മരിച്ചു വീണു. പരീക്ഷത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ പരീക്ഷത്തിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. ഭീമസേനൻ, ഉഗ്രസേനൻ, ശ്രുതസേനൻ, പിന്നെ ജനമേജയൻ. ജനമേജയനായിരുന്നു അതിൽ മൂത്ത ആള്. ജനമേജയന് രാജ്യഭാരം കൈക്കൊണ്ടു. രാജാവായി ജനമേജയൻ രാജ്യഭാരം ഏറ്റ സമയത്ത് ഉത്തങ്കൻ എന്നൊരു മഹർഷി അദ്ദേഹത്തെ കാണാൻ വന്നു. ഉത്തങ്ക മഹർഷിക്ക് തക്ഷകനോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. എന്തുകൊണ്ടെന്നാൽ
ഉത്തംഗ മഹർഷി വേദമഹർഷിയുടെ കീഴിൽ വിദ്യാഭ്യാസം നടത്തുന്ന കാലത്ത് ഗുരുദക്ഷിണയായിട്ട്, വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് ഗുരുദക്ഷിണയായിട്ട് പൗഷരാജ്യത്തെ രാജ്ഞിയുടെ കവചകുണ്ടലങ്ങൾ വാങ്ങിക്കൊണ്ട് തരാൻ ആവശ്യപ്പെടുന്നു ഗുരുപത്നി. അങ്ങനെ ഉത്തങ്കൻ അവിടെ ചെന്ന് അത് വാങ്ങി വരുന്ന വേളയിൽ ഇന്ദ്രൻ്റെ ഒരു മോഹം, ഈ കവചകുണ്ടലങ്ങൾ തനിക്ക് വേണമെന്ന്. ഇന്ദ്രൻ തക്ഷകന്റെ സഹായം തേടി. തക്ഷകൻ വേഷപ്രച്ഛന്നനായി അവിടെ ചെന്ന് ഉത്തങ്കനെ കബളിപ്പിച്ച് ഈ കവചകുണ്ടലങ്ങളുമായി ഇന്ദ്രൻ്റെ അടുത്തെത്തി. അങ്ങനെ ഇന്ദ്രന് കാഴ്ചവെച്ചു. ഇന്ദ്രനും തക്ഷകനും അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. അവർ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ ഉത്തംഗ മഹർഷിക്ക് തൻ്റെ ഗുരുഭഗ്നിയോട് ഏറ്റിരുന്ന വാക്ക് പാലിക്കാനാവാത്തതിൻ്റെ വിഷമം, അതൊരു പകയായി ഉള്ളിൽ നേറി എപ്പോഴെങ്കിലും തക്ഷകനോട് പ്രതികാരം ചെയ്യണമെന്ന് മനസ്സിൽ ഉറച്ച സമയത്താണ് ജനമേജയൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെ ജനമേജയനെ കാണാൻ വരുന്നു. ജനമേജയനോട് പറയുന്നു, താങ്കളുടെ പിതാവിൻ്റെ മരണത്തിന് കാരണക്കാരനായ തക്ഷകനെ സർപ്പസത്രം നടത്തി ആ യാഗാഗ്നിയിൽ അദ്ദേഹത്തെ ദഹിപ്പിച്ച് കൊല്ലണം എന്ന് പറയുന്നു. അപ്പോൾ പിതാവിൻ്റെ മരണത്തിന് കാരണക്കാരനായ തക്ഷകനെ പ്രതികാരം വീട്ടാൻ ജനമേജയനും ഉത്സാഹമായി. അവരുടെ കുലഗുരുവായ സുതസവസനെ വിളിക്കുന്നു. അങ്ങനെ അവർ യാഗം നടത്താൻ തീരുമാനിക്കുന്നു. തക്ഷശില എന്ന സ്ഥലത്ത് യാഗത്തിന് വേണ്ടി ഒരു യാഗശാല നിർമ്മിക്കുന്നു. യാഗശാല നിർമ്മിച്ച തച്ചൻ പറയുന്നു, ലക്ഷണം കൊണ്ട് ഇവിടെ നടത്തുന്ന യാഗം പൂർണ്ണമാവില്ല എന്ന് പറയുന്നു. ലക്ഷണം അങ്ങനെയാണ് എന്ന് പറയുന്നു. എങ്കിലും വിചാരിച്ച പോലെ അവർ ചണ്ഡഭാർഗവനെ യജ്ഞാചാര്യനാക്കിക്കൊണ്ട് സർപ്പസത്രം നടത്തുവാണ്. അവിടെ സർപ്പസത്രത്തിലേക്ക് ഇവർ എല്ലാ നാഗങ്ങളെയും ആവാഹിച്ച് ഹോമിച്ചു. സർപ്പങ്ങൾ ഓരോന്നായും നാഗങ്ങൾ ഓരോന്നായും വന്ന് ഹോമാഗ്നിയിൽ വീഴുന്നു. ചിലതെല്ലാം അഗ്നിയിൽ വീണ് മരിക്കുന്നു, ചിലതെല്ലാം പൊള്ളി പുറത്തേക്ക് വീഴുന്നു. അംഗഭംഗം വന്നും ശരീരം പൊള്ളിയും പുകച്ചിലെടുത്തും അവരവിടെ കിടന്ന് പിടയുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയ്ക്ക് കഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ കാഴ്ച കാണാൻ പറ്റാത്തതായിരുന്നു. ആ അവസരത്തിൽ ഇവർ ശരിക്കും തക്ഷകനെ ആവാഹിച്ച് കൊല്ലാനാണ് ഈ യാഗം നടത്തുന്നത്. എന്നാൽ തക്ഷകനെ ആവാഹിച്ചിട്ട് കിട്ടുന്നില്ല. തക്ഷകൻ ഇതറിഞ്ഞിട്ട് ദേവലോകത്ത് പോയി ഇന്ദ്രന്റെ സഹായം തേടി. ഇന്ദ്രൻ തൻ്റെ അർദ്ധസിംഹാസനം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇതറിഞ്ഞ ചണ്ഡഭാർഗവൻ സുതസവസ് പറഞ്ഞതനുസരിച്ച് ഇന്ദ്രനെയും സിംഹാസനത്തെയും പരീക്ഷത്തിനെയും തക്ഷകനെയും കൂട്ടി ആവാഹിച്ചു. ഇന്ദ്രനെ പിടിച്ചു നിൽക്കാനായില്ല. ഇന്ദ്രൻ സിംഹാസനം വിട്ട് ഓടി ഒളിച്ചു. ഈ സമയത്ത് ആസ്തികൻ എന്നൊരു ബ്രാഹ്മണ കുമാരൻ യാഗശാലയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ജനമേജയൻ ഉഗ്രശാസനം നൽകിയിരിക്കുകയാണ് തൻ്റെ സഹോദരന്മാർക്ക്, ഭീമസേനോടും ഉഗ്രസേനോടും ശ്രുതസേനോടും യാഗശാലയ്ക്ക് കാവൽ നിൽക്കണം, ഒരാളെ പോലും അകത്തേക്ക് കടത്തിവിടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഈ ബ്രാഹ്മണ ബാലൻ അങ്ങോട്ട് വരുമ്പോൾ ശ്രുതസേനന് അദ്ദേഹത്തെ തടയാൻ തോന്നിയില്ല. അത്രയ്ക്ക് ഉഗ്ര തേജസ്വിയായിട്ടുള്ള ഒരു ബ്രാഹ്മണ കുമാരനായിരുന്നു അത്. അദ്ദേഹം നേരെ യാഗശാലയിലേക്ക് ചെന്നു. യാഗശാലയിൽ എത്തിയതിനാലായിരിക്കാം ജനമേജയനായാലും യജ്ഞാചാര്യനായ ചണ്ഡഭാർഗവനും ശ്രുതസവസും അദ്ദേഹത്തിന് ഇരിപ്പിടം നൽകി അവിടെ ഇരുത്തി. ആ സമയത്ത് ആ ബ്രാഹ്മണകുമാരൻ ജനമേജയനോട് ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, നിഷ്കളങ്കരും നിരപരാധികളുമായ ഈ നാഗങ്ങളെയെല്ലാം ഹോമിച്ചിട്ട് അങ്ങേക്ക് എന്ത് പ്രയോജനം? അഹിംസ പരമോ തത്വ എന്നറിയില്ലേ? അഹിംസ പരമോ തത്വ. അഹിംസയാണ് ഏറ്റവും ഉചിതമായ മാർഗം ധർമ്മം പാലിക്കാൻ. അപ്പോൾ അങ്ങ് ഈ അഹിംസ ചെയ്ത് ഈ ബ്രഹ്മഹത്യാ പാപം എന്തിനാണ് അങ്ങ് ഏറ്റെടുക്കുന്നത്? അങ്ങേക്ക് കൊല്ലേണ്ടത് തക്ഷകനെയാണ്. എന്നാൽ തക്ഷകനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ നിരപരാധികളായ നാഗങ്ങളെയാണ് ഇവിടെ ഹോമിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞപ്പോൾ ജനമേജയന് അത് സ്വീകാര്യമായിരുന്നു. ശരിയാണല്ലോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അതുകൊണ്ട് യാഗം നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ യാഗം നിർത്തിവെച്ചു. മാതൃശാപം ഉള്ളതുകൊണ്ടാണ് നാഗങ്ങൾക്ക് ഇങ്ങനെ ജനമേജയന്റെ സർപ്പസത്രത്തിൽ വന്ന് മരിക്കാനിടയായത്. അത് വേറൊരു കഥയാണ്, അത് പിന്നൊരു അവസരത്തിൽ പറയാം. പക്ഷേ നാഗങ്ങളെല്ലാം ആസ്തികനെ സർപ്പരക്ഷകൻ എന്ന പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. എല്ലാവർക്കും സന്തോഷമായി. തക്ഷകനും രക്ഷപ്പെട്ടു. എന്നാൽ ഈ സർപ്പയജ്ഞത്തിൽ മൃതപ്രായരായ, ശരീരം പൊള്ളിയവർ, ശരീരം ഉഷ്ണം കൊണ്ട് സഹിക്കാൻ പറ്റാത്തവർ, അംഗഭംഗം വന്നവർ, അങ്ങനെ ഉള്ള നാഗങ്ങളെല്ലാം കിടന്ന് അവരുടെ ആ അലർച്ചയും വേദനയും നീറ്റലും കണ്ടിട്ട്
അവരുടെ മൂത്ത സഹോദരനായ അനന്തൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നു. മഹാവിഷ്ണുവോട് പറഞ്ഞു, ഇവരുടെ ഈ ദീന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണു മഞ്ഞപ്പൊടിയിൽ കരിക്കും വെള്ളത്തിൽ കലക്കിയെടുത്ത് അതിൽ കദളിപ്പഴം ചേർത്ത് അതിൽ ആ മിശ്രിതത്തിൽ ആ നൂറിലേക്ക് പാലും കൂടി ചേർത്ത് കമുകിൻ പൂക്കില കൊണ്ട് അവരുടെ ശരീരത്തിലെല്ലാം തളിച്ചു കൊടുത്തു. തളിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ നാഗങ്ങളെല്ലാം മൃതപ്രായരായവരും പൊള്ളിയവരും ഉഷ്ണം സഹിക്കാൻ വയ്യാണ്ടിരുന്നവർക്കൊക്കെ വളരെയധികം സുഖമുണ്ടായി. അവർ സുഖം പ്രാപിച്ചു. അവരുടെ ശരീരത്തിൻ്റെ ഉഷ്ണം പോയി, അവർക്ക് കുളിരേകി. അത് നടന്നത് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമി നാളിലാണ്. അതാണ് നാഗപഞ്ചമിയായി ഇന്ന് ലോകമെമ്പാടും കൊണ്ടാടുന്നത്. ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും നാഗപഞ്ചമിക്ക് നാഗങ്ങൾക്ക് പ്രത്യേകം പൂജയുണ്ട്. കേരളത്തിൽ പക്ഷേ നാഗപഞ്ചമിക്ക് അത്രയധികം പൂജകൾ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ അപൂർവ ക്ഷേത്രങ്ങളിലേ കണ്ടിട്ടുള്ളൂ. കേരളത്തിൽ ആയില്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായി നാഗങ്ങൾക്കും സർപ്പങ്ങൾക്കും പൂജകൾ നടത്തുന്നത്, പ്രത്യേകിച്ച് നൂറും പാലും. അന്ന് നടന്ന ഈ മഹാവിഷ്ണു ചെയ്ത ആ കർമ്മത്തിൻ്റെ ഓർമ്മയായിട്ടാണ് വീണ്ടും നാഗങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൂറും പാലും വഴിപാട് നടത്തുന്നത്. പല ദിക്കിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നൂറും പാലും സമർപ്പിക്കുക എന്ന് പറയും, ചിലർ തളിച്ചുകൊട എന്ന് പറയും. നൂറും പാലും തളിച്ചു കൊടുക്കുന്നതിന് തളിച്ചുകൊട എന്നുള്ള ചെറുവാക്കാണ് പറയുന്നത്. ഉത്തര കേരളത്തിലെല്ലാം ഈ നാഗപഞ്ചമിക്ക് പാലൂട്ടാൻ പോകുന്നു, പാല് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സർപ്പങ്ങൾക്ക് പാലൂട്ടുണ്ട്, സർപ്പങ്ങൾക്ക് പാല് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പല ദിക്കിലും പല തരത്തിലാണ്. എന്നാലും സർപ്പങ്ങൾക്ക് വിശിഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ്, ഒരു പൂജയാണ് നൂറും പാലും അവർക്ക് തളിച്ചു കൊടുക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നാഗക്ഷേത്രങ്ങളിൽ മിക്ക ദിവസങ്ങളിലും ഉണ്ട്. ഏകാദശി ദിവസം ഒഴിച്ച് മിക്ക ദിവസങ്ങളിലും നൂറും പാലും നടത്താറുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ആയില്യത്തിന് മാത്രമാണ്. ഇപ്പോൾ ഒരു പ്രധാന ഉപപ്രതിഷ്ഠയായിട്ടുള്ള സർപ്പദൈവങ്ങളുള്ള സ്ഥലത്ത് ആയില്യം തോറും തളിച്ചുകൊടയുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നൂറും പാലും വഴിപാട് നടത്തും. പിന്നെ പ്രധാനപ്പെട്ട ദിവസമായ നാഗപഞ്ചമി, കന്നിമാസത്തിലെ ആയില്യം, തുലാമാസത്തിലെ ആയില്യം, അങ്ങനെ ഓരോ നാളിലും പ്രത്യേകമായിട്ട് ആയില്യ പൂജയിൽ നൂറും പാലും നടക്കുന്നു. സാധാരണക്കാരന് അവൻ്റെ സർപ്പദോഷം മാറാൻ ഏറ്റവും ഉചിതമായ വഴിപാടാണ് നൂറും പാലും. സർപ്പദോഷം ഉള്ളവർക്കും ജാതകത്തിൽ സർപ്പം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർക്കും, വിശിഷ്യ രാഹുർ ദശാകാലത്തിലൂടെ സഞ്ചരിക്കുന്നവരും മറ്റു ദശാകാലത്ത് രാഹുർ ദശയുടെ അപഹാരകാലത്തും നൂറും പാലും വഴിപാട്, സർപ്പത്തിൻ്റെ ആരാധനയും ഏറ്റവും വിശേഷമാണ്. സന്താന സൗഭാഗ്യങ്ങൾക്കും സന്താന ലബ്ധിക്കും ത്വക്ക് രോഗങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് സർപ്പങ്ങളുടെ പ്രീതിയാണ്, സർപ്പങ്ങളുടെ അനുഗ്രഹമാണ്. കുടുംബ ഐക്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും വിശേഷപ്പെട്ടതാണ് സർപ്പങ്ങളുടെ അനുഗ്രഹം. ശരീരത്തിലെ നാഡീഞരമ്പുകൾക്കുള്ള അസ്വസ്ഥതകൾക്ക് സർപ്പപ്രീതി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നാഗപ്രീതിക്കായിട്ട് ഏറ്റവും വിശേഷപ്പെട്ട നൂറും പാലും വഴിപാട് വർഷത്തിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം, ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പറ്റുമെങ്കിൽ എല്ലാ മാസവും, രാഹുർദശാകാലത്തുള്ളവർ എല്ലാ മാസവും നടത്തണം. ബാക്കിയുള്ളവർ വർഷത്തിൽ 2 പ്രാവശ്യം ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും നടത്താൻ ശ്രമിക്കുക. നമ്മുടെ വീടുകളിലേക്കുള്ള സർപ്പക്കാവുകളിൽ ഇങ്ങനെയാണ്, 2 പ്രാവശ്യമാണ് ഒരു വർഷത്തിലുള്ളത്, ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സർപ്പങ്ങൾ ഇടിവെട്ട് മിന്നൽ പേടിയാണ് സർപ്പങ്ങൾക്ക്. അവർ മേടമാസത്തിലാണ് ഇടിവെട്ടും മഴയും ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ. അതിനു മുമ്പായിട്ട് ഇവർ പൊത്തുകളിലേക്ക് കയറിപ്പോകും. അതിനു മുമ്പായിട്ട് അവർക്ക് തളിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു സന്തോഷത്തോടെ, ആ മഞ്ഞളെല്ലാം സ്വീകരിച്ച് ആ ഒരു സൗഖ്യത്തോടെ അവർ അവരുടെ മാളങ്ങളിലേക്ക് മടങ്ങുന്നു. തുലാവർഷം ആണ് പിന്നെ ഇടിവെട്ടും മഴയും ഉണ്ടാകുന്ന സമയം. അതുകൊണ്ട് കന്നിമാസത്തിലും, അങ്ങനെ മേടമാസത്തിലും കന്നിമാസത്തിലുമാണ് സാധാരണഗതിയിൽ നമ്മുടെ എല്ലാം സർപ്പക്കാവുകളിൽ, വീടിനോടനുബന്ധിച്ചിട്ടുള്ള സർപ്പക്കാവുകളിൽ തളിച്ചുകൊട നടത്തുന്നത്. അപ്പോൾ എല്ലാ ഭക്തരും വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ രാഹുർ ദശാകാലത്തും മറ്റു ദശാകാലത്ത് രാഹുവിൻ്റെ അപഹാരമുള്ളവർ എല്ലാ മാസവും നൂറും പാലും വഴിപാട് നടത്തി അടുത്ത സർപ്പക്ഷേത്രത്തിൽ നടത്തിയാൽ മതി. നടത്തി അനുഗ്രഹീതരാകുക. നാഗദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാവട്ടെ. ആയുരാരോഗ്യ സൗഖ്യവും സന്താന സൗഭാഗ്യങ്ങളും മനസ്സുഖവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.